പ്രധാനമന്ത്രിയുടെ ഇടപെടൽ. രാത്രി 7:30 കേന്ദ്രമന്ത്രിയുടെ വിളിയെത്തി. സമവായ ഫോർമുലയല്ല ചെയർമാൻ സ്ഥാനം. കൃഷ്ണകുമാർ ദേശീയ തലത്തേക്ക്, കൃഷ്ണകുമാർ NFDC ചെയർമാൻ സ്ഥാനത്തേക്ക്. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ NFDCയുടെ ചെയർമാനാകുമെന്ന സൂചന പോലും ലഭിച്ചിരുന്നില്ലെന്ന് നടൻ G കൃഷ്ണകുമാർ. NFDC ചെയർമാനായ ശേഷം ആദ്യമായി സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. രാത്രി 7:30 ശേഷം അരമണിക്കൂറിനുള്ളിൽ നടന്ന സംഭവങ്ങളാണെല്ലാം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് കാര്യം അറിയിച്ചത്. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടുവെന്നാണ് മന്ത്രി പറഞ്ഞത്. വട്ടിയൂർക്കാവ് സീറ്റ് കിട്ടാത്തതിലുള്ള പകരം ഫോർമുലയല്ല ചെയർമാൻ സ്ഥാനം. ഇന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനുള്ള ശ്രമമായിരിക്കും നടത്തുകയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഒരു ചുമതല നൽകുകയാണെന്നും അവിടെ പോയി ഇതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കണമെന്നും താൻ സിനിമയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് തന്നെ വരുന്ന ആളായതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്നും എന്നാലും ഇതൊരു ഭാരിച്ച ചുമതലയാണെന്നും അവിടെ ചെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും ഇന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനുള്ള ശ്രമമായിരിക്കും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഒരു സൂചനയും ഇല്ലായിരുന്നു, ഒരു വാക്കുപോലും ആരും പറഞ്ഞിരുന്നില്ല, ഹിന്റ് പോലും തന്നില്ല. രാത്രി 7:30 ശേഷം അരമണിക്കൂറിനുള്ളിൽ നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് വിളിക്കുന്നത്. ഡൽഹിയിൽ വന്ന് കാണണമെന്നും ചുമതല ഏറ്റെടുക്കണമെന്നും ഇപ്പോൾ തന്നെ ഉത്തരവ് പുറത്തുവരുമെന്നും പറഞ്ഞു. പ്രധാനമന്ത്രിയെ കണ്ടത് വലിയ സന്തോഷമായിരുന്നു. അവിടെ കേരളത്തിലെ സാധ്യതകളെ പറ്റിയാണ് സംസാരിച്ചത്. പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ പാർട്ടിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും ചിലപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്താൻ കഴിയുമായിരിക്കുമെന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. എപ്പോഴും നല്ലത് പറയണം, കാരണം നമ്മളെക്കാൾ യോഗ്യരായ മറ്റ് സ്ഥാനാർത്ഥികളുണ്ടല്ലോ. ഒരിക്കലും പരാതി പറയാൻ പാടില്ലെന്ന് മക്കളോട് ഉൾപ്പെടെ പറയാറുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുക, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും. പ്രധാനമന്ത്രി നേരിട്ട് അവിടെ നിന്ന് വിളിച്ചുവെന്നും എന്നിട്ടാണ് ഇക്കാര്യം പറഞ്ഞതെന്നും അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം പറയാനായി വിളിച്ചപ്പോൾ പറഞ്ഞു. സമവായത്തിൽ എത്തിക്കാൻ പ്രശ്നമുണ്ടാക്കുന്ന ആളല്ലല്ലോ എന്നും സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ പാർട്ടിയിൽ പ്രവർത്തിക്കാതെ ഇരുന്നില്ലെന്നും തന്നെ വിളിച്ചെടുത്തെല്ലാം പോയെന്നും അതിനിടെയാണ് ഭാര്യയുടെ അച്ഛൻ മരണപ്പെട്ടത്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ പ്രചാരണത്തിന് പോയിരുന്നു. നമ്മൾ എവിടെയെങ്കിലും ഇല്ലാതായാൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കും. ഇത് ദൈവത്തിന്റെ നിശ്ചയമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു.